നിങ്ങൾ എന്തൊക്കെ ചമ്മന്തി കഴിച്ചിട്ടുണ്ട്? ഈ ചമ്മന്തി ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ഈ ചമ്മന്തി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും സാധാരണ തേങ്ങ ചമ്മന്തിയാണല്ലോ, ഇതിലെന്താ പ്രത്യേകത ഉള്ളതെന്ന് തോന്നും. പക്ഷേ സാധാരണ തേങ്ങ ചമ്മന്തി അല്ല. എന്നാൽ തേങ്ങയും വേണം, കുറച്ച് മതി തേങ്ങ മാത്രമല്ലാതെ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്ന വേറൊരു കിടിലൻ ഐറ്റം ഉണ്ട്. പക്ഷേ ഇത്ര കാലം നമ്മുടെ വീട്ടിലുണ്ടായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാണ്ടല്ലോ, തേങ്ങ വളരെ കുറച്ച് മതി. തേങ്ങ ഒരു പേരിന് മാത്രം ചേർത്താൽ മതി. ബാക്കി മുഴുവൻ ഈ ഒരു ചേരുവയെ ചേർക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും തേങ്ങയും കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് എന്ത് ചെയ്യണം എന്നറിയോ? അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചേർക്കുന്നത് അവലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലില്ലേ, ആ അവൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം നമ്മൾ ഇപ്പോൾ അതിൽ ചേർത്തിട്ടുള്ള നാളികേരത്തിൻ്റെ അതേ അളവിൽ തന്നെ നമ്മുടെ ഇത് ചേർത്തിട്ടുണ്ട്, അവൽ ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് അവലാണ്. കുറച്ചുകൂടി അവൽ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് തേങ്ങയുടെ ഇരട്ടി അവലാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം അവൽ ചമ്മന്തി എന്ന്. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവൽ ചമ്മന്തിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പാകത്തിന് ഉപ്പും ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കാര്യം ഞാനിത് ഇഡ്ഡലിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലൂസാക്കാമെന്ന് വിചാരിച്ചു. കട്ടിയായിട്ട് വേണമെന്നുള്ളവർക്ക് കട്ടിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രൂപത്തിലാവുമ്പോഴല്ലേ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ ഒരു രസമുള്ളത്. അതിലേക്ക് നമുക്ക് കടുകും ചുവന്നമുളകും കറിവേപ്പിലയും എണ്ണയിൽ നന്നായിട്ട് വറുത്ത് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എന്തായാലും അവലുണ്ടാവും. അവൽ വെറുതെ നനച്ച് കഴിക്കാൻ മാത്രമല്ല, അവൽ കൊണ്ട് പല വിഭവങ്ങളും തയ്യാറാക്കുമെങ്കിലും അവൽ ചമ്മന്തി ട്രൈ ചെയ്യാതിരിക്കരുത്. അതൊരു വൻ നഷ്ടം തന്നെയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടിലൻ കിടുക്കാച്ചി ചമ്മന്തിയാണിത്. അപ്പോൾ ദോശയുടെ കൂടെ ഇതാ ഒരു പുതിയ ചമ്മന്തി കൂടെ, ഈ ചമ്മന്തി ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചമ്മന്തി. തേങ്ങ കുറവാണെങ്കിൽ നമുക്ക് കൊഴുപ്പ് കൂട്ടാനും ഈ ഒരു ചമ്മന്തി, അതായത് അവൽ ചേർത്ത് ഇതുപോലെ തയ്യാറാക്കുന്നത് വളരെ നന്നായിരിക്കും. തേങ്ങ അതിൽ വളരെ കുറച്ച് മതി കേട്ടോ, ഒരു പേരിന് മാത്രം ചേർത്താൽ മതി. ഇനി ഇഡ്ഡലി മാത്രമല്ല, ഞാനൊരു ദോശയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദോശ എടുത്തിട്ട് അതുപോലെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കഴിക്കണം. എന്ത് രസമെന്നറിയാം ഈ ഒരു ചമ്മന്തി കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ ചമ്മന്തി.